സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതം സുഗമമാക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുന്നു. വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കാനാണ് തീരുമാനം. ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമാണ് വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകുന്നത്. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനും യോഗത്തിൽ തീരുമാനമായി. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ഗ്യാസ് ലഭ്യത വർദ്ധിപ്പിക്കാനാണ് ഈ നടപടി. പാചകവാത സിലിണ്ടറുകളുടെ ഉപഭോഗം നിരന്തരം നിരീക്ഷിക്കാൻ സംസ്ഥാന തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. വിതരണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ ഇത് സഹായിക്കും. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെയും സർക്കാർ നിയോഗിക്കും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. എന്നാൽ LPG പ്രതിസന്ധിയിൽ ജനങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ആളുകൾ അനാവശ്യമായി നിരക്ക് കൂട്ടി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് തെറ്റിദ്ധാരണകൾ മൂലമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധന വിതരണത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അധികമായി 40,000 ലിറ്റർ മണ്ണെണ്ണ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചു. LPG ക്ഷാമം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനാണ് മണ്ണെണ്ണ വിതരണം വർദ്ധിപ്പിക്കുന്നത്. ഈ നീക്കം സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യപ്രകാരം തിരഞ്ഞെടുത്ത ഉപയോക്താക്കൾക്ക് വാണിജ്യ സിലിണ്ടറുകൾ നൽകാൻ അനുമതി നൽകിയതായി ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. രാജ്യത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിൽ യാതൊരുവിധ പ്രതിസന്ധികളില്ലെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി. സ്റ്റോക്കുകൾ സുരക്ഷിതമാണെന്ന് മന്ത്രാലയം ഉറപ്പ് നൽകുന്നു. രാജ്യത്തുടനീളമുള്ള 1,00,000-ഓളം പെട്രോൾ പമ്പുകളിലും ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. വിതരണ ശൃംഖല തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി ജനങ്ങൾ സഹകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഭ്യർത്ഥിക്കുന്നു. സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിതരണ കേന്ദ്രങ്ങളിൽ കർശന നിരീക്ഷണവും തുടരും. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കാവുന്നതാണ്. ഉപയോക്താക്കളുടെ പരാതികൾക്ക് അടിയന്തര പരിഹാരം കാണും. അവശ്യ സേവനങ്ങൾക്കുള്ള സിലിണ്ടറുകൾ ലഭ്യമാക്കാൻ മുൻഗണന നൽകുന്നതിലൂടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കും. സർക്കാർ ഒപ്പമുണ്ടെന്ന ഉറപ്പാണ് നൽകുന്നത്. അനാവശ്യ ബുക്കിംഗുകൾ ഒഴിവാക്കുന്നത് ഈ പ്രതിസന്ധിയെ വേഗത്തിൽ മറികടക്കാൻ സഹായിക്കും. ഓരോ സിലിണ്ടറും അർഹരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ സാഹചര്യം മനസ്സിലാക്കി സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും.